പട്ടണത്തിൽ വളരുന്ന അമ്മൂട്ടിക്ക് ഇതൊന്നും അറിയില്ലേ. എന്താണ് ഭൂതപ്പാട്ട്? ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, ഗുണങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഒരുണ്ണി ഒരു ഭൂതം തട്ടിക്കൊണ്ടുപോയി. അവസാനം അമ്മയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ തോറ്റുപോയ ഭൂതം കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥയത് അമ്മൂട്ടിക്ക് അറിയില്ലേ? ഇല്ല മുത്തശ്ശി. പിന്നെന്താ, പറഞ്ഞു തരാമല്ലോ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കഥ രചിച്ചിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതമായിരുന്നു അത്. അമ്മൂട്ടിക്ക് കേൾക്കണ്ടേ? കേൾക്കണം മുത്തശ്ശി. കേട്ടോളൂ. ഭക്ഷണം കഴിക്കാതെ ഒളിച്ചിരിക്കുകയാണോ ഉണ്ണി? ഞാനവനെ കണ്ടു. ഇവൻ എന്നെ കണ്ടിട്ടില്ല. ഉണ്ണി, ഉണ്ണി, എവിടെയാ നീ? അമ്മയെ വേദനിക്കുന്ന ഇല്ല ഉണ്ണി, ഭക്ഷണം കഴിക്കാതെ വീടില്ല. ഞാന് കഴിക്കുണ്ണി. വിശപ്പില്ല. പറ്റില്ല ഉണ്ണി, കഴിക്കുണ്ണി. നീ ഇവിടെ നിൽക്കുന്നി, അമ്മ പോയിട്ട് വരാം. നീ എഴുതാണീ മോനെ, ഗുരുകുലത്തിൽ പോയി നന്നായി പഠിച്ചു വരൂ. നിന്റെ മറ്റകത്തമ്മേ, എന്റെ ഉണ്ണീനെ കാത്തോണേ. മലയങ്കീരൊരു ഭൂതം വസിക്കുന്നുണ്ടായിരുന്നു. അവന് ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് കരുതിയാലോന്ന് ആഗ്രഹമുണ്ടായി. പടത്തൂന്ന് നടന്നു വരുന്ന ഉണ്ണീനെ അവൻ ദൂരേനേ കണ്ടു. അവളൊരു കാര്യം പറഞ്ഞു. എനിക്കിവനെ ലാളിക്കാമായിരുന്നു. ഇവനെ പറ്റിക്കാണ് ഒരു സ്ത്രീ വേഷം ധരിക്കേണ്ടത്. പൊന്നുണ്ണി, പൂക്കളെ ഓനെ എടുത്താണ് കളഞ്ഞിട്ട് എന്റെ അടുത്ത് വരൂ. ഓനെ എടുത്താണ് എടുത്ത് കളഞ്ഞ വഴക്ക് പറയും. ഇല്ല, അതോ കണ്ടോ, ഒരു മരച്ചോട്ടി നമുക്കിരുന്ന് പൂക്കൾ കെട്ടി കളിക്കാം. ഈ സ്ത്രീ പറയുന്നത് പോലെ പോയാൽ എനിക്ക് പോയി പഠിക്കേണ്ടതില്ല. സത്യം. വരൂ. എന്താ എഴുത്താണി എങ്ങനെ കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷം. ഇനി സ്കൂളിൽ പോണ്ടല്ലോ എന്ന് ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷം. ഉച്ചയാകുമ്പോ എത്തുന്നതല്ലേ ഉണ്ണി. സന്ധ്യയായിട്ടും ഉണ്ണിയെ കാണാത്തതിനാൽ നങ്ങേലി അവളെ തേടി ഇറങ്ങി. ഉണ്ണി, ഉണ്ണി, എവിടെയാ നീ? നിന്റെ മറ്റൊരുത്തമ്മേ, എന്റെ ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണി, 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 എവിടെയാ നീ? എന്റെ മറ്റൊരുത്തമ്മേ, എന്റെ ഉണ്ണിക്ക് എന്താ പറ്റിയത്? എന്റെ ഉണ്ണിക്ക് എന്താ പറ്റിയത്? ഉണ്ണി, ഉണ്ണി, നേരെ വൈകി പഠിക്കാൻ
നിന്റെ പൊന്നും വേണ്ട, പണവും വേണ്ട. എനിക്ക് എന്റെ പൊന്നാര കുട്ടനെ മതി. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്റെ വിശ്വസ്വരൂപം കാണിക്കേണ്ട സമയമായി. വീടു, എന്നെ വീടു. എനിക്ക് വേണം നിന്റെ കുഞ്ഞിനെ. എന്റെ ഉണ്ണി, ഇവര് എന്റെ ഉണ്ണിനെ എന്താ ചെയ്തത്? ഉണ്ണി, എന്റെ ഉണ്ണി എവിടെ? എന്റെ ഉണ്ണി എവിടെ? ഞാൻ തരത്തില്ല. എനിക്ക് എന്റെ ഉണ്ണീനെ വേണം. ഇല്ല. ഇതാ എന്റെ കണ്ണുകൾ, ഇതാ എന്റെ കണ്ണുകൾ. ഇതിലും വലുതാണ് എന്റെ ഉണ്ണി. താ താ എന്റെ ഉണ്ണീനെ. എനിക്കിപ്പോ കണ്ണ് കാണില്ലല്ലോ. ഭൂതത്തിനൊരു വിദ്യ തോന്നി. തെച്ചിയും കോലും പറിച്ച് മന്ത്രം ജപിച്ച് വേറൊരു ഉണ്ണി ഉണ്ടാക്കി അവള്. അമ്മേ, അമ്മേ, ഇതാ നിങ്ങളുടെ ഉണ്ണി. ഉണ്ണി, ഇതെന്റെ ഉണ്ണിയല്ല, ഇതെന്റെ ഉണ്ണിയല്ല. പെറ്റ വയറ്റിനെ വഞ്ചിക്കുന്ന പൊട്ടഭൂതമേ, നിന്നെ ഞാൻ. അയ്യോ അമ്മേ, നീ ശപിക്കരുത്, നീ ശപിക്കരുത്. ഉണ്ണിയെ നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ തിരിച്ചു തരാം. ശരി, എല്ലാ മകരക്കൊഴുക്ക് കഴിയുമ്പോഴും നിനക്ക് എൻ്റെ ഉണ്ണിനെ കാണാൻ വരാം. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. എന്നാൽ എനിക്ക് തോന്നില്ലേ, അമ്മ പറഞ്ഞിട്ടില്ലേ ഉണ്ണിയോട് ആര് വിളിച്ചാലും പോകരുത്. നീ പോകുമോ? പോകാം. അങ്ങനെ എല്ലാ വർഷവും ഉണ്ണിയെ കാണാൻ വന്നതാ അമ്മൂട്ടി കണ്ടത്. ഒരിക്കലും അമ്മയുടെ മഹത്വം അറിയാതെ ജീവിക്കരുത്. അമ്മൂട്ടിക്ക് ഇപ്പോൾ ഉള്ള സ്നേഹം എപ്പോഴും അമ്മയോടുണ്ടായിരിക്കണം. മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൂട്ടി ഉറക്കി അമ്മയെ ഒരിക്കലും നിങ്ങൾ ആട്ടിപ്പായിക്കരുത്. ഇത് ഈ അമ്മൂമ്മയുടെ ഒരു വാക്കായി നിങ്ങൾ കരുതണം. ഈ സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടമായില്ലേ കൂട്ടുകാരെ? നന്ദി.